അടിച്ച് കലക്കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കലക്കും ഇവിടെ കറങ്ങിപ്പുറ വരും. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിൽക്കുന്നുണ്ടോ നമ്മുടെ പുലിക്കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടോ? കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് സൈനുൽസിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി ഒരു യാത്ര പോവുകയാണ്. യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രാ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കുന്നതാണ്. ബാക്കിൽ കിടക്കുന്നത് നമ്മളിപ്പോൾ ഈ ഇടയ്ക്കെടുത്തൊരു ബസ്സാണ്. അപ്പോൾ അതിലാണ് ഞങ്ങളെല്ലാവരും പോകുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിൽ നിൽക്കുന്ന എല്ലാവരും പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് അല്ലെങ്കിൽ നമ്മളെ വർക്ക്ഷോപ്പിലുള്ള ജോലിക്കാരെ എല്ലാവരെയും കറക്റ്റായിട്ട് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അവരെ പരിചയപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ തകർക്കാൻ പോയിട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇത് കണ്ടോ, കാരണം വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഡിലേ ആയി. ഏതാണ്ട് ഒരു 7 മണിക്ക് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്നാലും ഒരു അരമണിക്കൂർ ഡിലേ. കാരണം അങ്ങനെയാണ്, നമ്മൾ എവിടെ പോകുമ്പോഴും ചെറിയൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച സമയം ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യമായിട്ട് ഓരോരുത്തരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അവിടെ ഷനൂബാണ്. ഷനൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള ഒരാളാണ്. എൻ്റെ അടുത്ത് 25 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഇത് ഷനൂബ്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ ഇത് ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷനൂബിനേക്കാളും മുമ്പുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ചങ്കായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരാളാണ്. കാരണം വർക്ക്ഷോപ്പ് തുടങ്ങാനായിട്ടും നമ്മൾ എന്ത് പരിപാടി തുടങ്ങുമ്പോഴും നമ്മുടെ കൂടെ വളരെ സന്തോഷമായിട്ടും വളരെ ആത്മാർത്ഥത്തോട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടനാണിത്. ഇത് നമ്മുടെ ചോട്ടുബായ് അല്ലേ? ചോട്ടുബായി എന്ന് സെറ്റപ്പായിട്ടാ മൂട്ടിയേക്കാം. ഓക്കെ. ബിഗൻ എന്നാണ് അവൻ്റെ ശരിക്കും പേര്. ഇത് നമ്മുടെ വിഷ്ണുവാണ്, പെയിന്ററാണ്. ഇവൻ ഫൈബർ വർക്കാട്ടോ നമ്മുടെ ബിഗൻ. ഇത് പെയിന്ററാണ് വിഷ്ണു. അതേപോലെ ഇത് നമ്മുടെ ശ്രീത്ത് ഇലക്ട്രീഷ്യൻ. ഇത് നമ്മുടെ അഖിലും. പറയാൻ കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ തുടങ്ങിയ കാലം മുതൽ വർക്ക്ഷോപ്പ് തുടങ്ങിയ കാലം മുതൽ എൻ്റെ കൂടെ ഉള്ള ഒരാളാണ്. ഞാൻ ഈ പ്രസ്ഥാനം തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ എൻ്റെ കൂടെ വളരെ ഇതായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അതേപോലെ ഉണ്ണിച്ചേട്ടനും അതെ. ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ ഈ വർക്ക്ഷോപ്പ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിച്ചേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ എല്ലാവരേക്കാളും സീനിയോറിറ്റി ഉണ്ണിച്ചേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനല്ലേ? അതെ. അപ്പോൾ എന്തായാലും ഇത് ഉണ്ണിച്ചേട്ടൻ. ഇത് നമ്മുടെ നമസ്കാരം. ഇത് നമ്മുടെ അമ്പിളിമാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വണ്ടികളുടെ ഡിസൈനുകൾ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അമ്പിളിനെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വുഡ് ഡിസൈൻ വരയ്ക്കുന്നതും ഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പെയിന്ററാണ് നമ്മുടെ കൂടെ കുറേ നാളായിട്ട് നമ്മുടെ ഉള്ളതാണ്. ഇത് നമ്മുടെ അനീഷ് ഭായി ആണ് നമ്മുടെ അപ്പോൾസറി വർക്കർ. ഇപ്പോൾ നമ്മുടെ വണ്ടികളുടെ ഉള്ളിൽ വരുന്ന സീറ്റിൻ്റെ അപ്പോൾസറിയും കാര്യങ്ങളെല്ലാം അനീഷാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് പ്രസാദ് ഇലക്ട്രീഷ്യനാണ്, പാലക്കാട് അല്ലേ? പാലക്കാട്. ഓക്കെ. ഇത് നമ്മുടെ കലാരൻ ചേട്ടൻ ഉണ്ട്. ചന്ദനക്കുറിയൊക്കെ സെറ്റപ്പാണ് പുള്ളി. നമ്മുടെ കൂടെ പാച്ച് വർക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്തുള്ളതാണ്. ഇത് നമ്മുടെ സിറാജ് ഭായി ആണ്. സിറാജ് ഭായി നമ്മുടെ അടുത്ത് കുറേ നാളായിട്ട് നമ്മുടെ ഡ്രൈവറായിട്ടും നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുന്ന ഒരാളാണ്. ഇത് സിറാജ് ഭായി. സ്ഥലം ഇരിങ്ങാലക്കുട അല്ലേ? കൊടുങ്ങല്ലൂർ. ഇത് മനോജേട്ടനും കുറേ നാളുകളായിട്ട് നമ്മുടെ കൂടെ വളരെ ആത്മാർത്ഥത്തോടെയൊക്കെ നമ്മൾ നിൽക്കുന്നവരാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ബുള്ളറ്റ് ബായ് അല്ലേ? ബുള്ളറ്റ്. ഇത് ബുള്ളറ്റ് ബായ്. ഇത് ആലം ബായ്. ഇവരൊക്കെ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാട്ടോ. ഇത് നമ്മുടെ താജുദ്ദീൻ ഭായി. ഇപ്പോൾ ഇവിടെ വന്നിപ്പോൾ വീൽ കപ്പുകൾ കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടിക്കുന്നത് ഇപ്പോൾ ഇവനാണ്. കാരണം വീൽ കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവനാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കണ്ണമ്പായും കുറേ നാളുകളായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. നമ്മുടെ വണ്ടിയുടെ ഉള്ളിലുള്ള ഫ്ലോർ വർക്ക്, അതേപോലെ തന്നെ ട്രാവലറിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം. കാരണം ഇവരൊക്കെ ചെയ്ത് തന്നാലാണ് നമുക്ക് ബാക്കിയുള്ളവർക്ക് വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അടുത്ത് കുറേ നാളായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ രാജേഷ് ഭായി ആണ്, ഫൈബർ വർക്കറാണ്, മൂവാറ്റുപുഴയാണ്. ഇത് നമ്മുടെ മിസ്റ്റർ ഡിനോബിയാണ്. ഡിനോബേട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഡിസൈൻ വർക്കും വുഡിനുമായി ബന്ധപ്പെട്ട ഡിസൈൻ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഡിനോബേട്ടനാണ്. നന്ദികുളങ്ങര. ഇത് മധുചേട്ടൻ നമ്മുടെ ബോഡി വർക്കുമായി ബന്ധപ്പെട്ട ഒരാളാണ്. മധുചേട്ടൻ്റെ വീട് തൊട്ടടുത്തല്ലേ? ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? മനക്കപ്പടി. ഇത് മനക്കപ്പടിയിലുള്ള മധുചേട്ടൻ. ഇത് നമ്മുടെ സഞ്ജിത് ഭായിയും വർക്ക്ഷോപ്പ് തുടങ്ങിയ കാലം മുതൽ നമ്മുടെ കൂടെ ഉള്ള ആളാണ് സഞ്ജിത് ഭായ്. ഇത് നമ്മുടെ റിസ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കർ വർക്കിന്റെ കലാവിരുത് അല്ലേ? സ്ഥലം തൊട്ടടുത്ത് തന്നെയാണ്. റിസ്വാന്റെ സ്ഥലം തൊട്ടടുത്ത് തന്നെയാണ്. ഇത് നന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിങ് വർക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ കുറേ നാളായിട്ടുള്ള ഒരാളാണ്. ഇത് നന്ദു. അതേപോലെ തന്നെ കട്ടപ്പ, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ കണ്ട ആളെ കട്ടപ്പ രവീന്ദ്രൻ എന്നാണ് പുള്ളിയുടെ പേര് അല്ലേ? രവീന്ദ്രൻ എന്നാണ് പേര്. എല്ലാവരും പുള്ളിക്കാരനെ കട്ടപ്പ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷേ എങ്കിലും ഞങ്ങളെ എൻജോയ് ചെയ്യുന്നതിന് ഇവിടെ അല്ല, ഞങ്ങളൊരു ഇതൊന്നും അല്ല. എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നു. അപ്പോൾ ഇത് നമ്മുടെ രവീന്ദ്രൻ ചേട്ടൻ.
ഇത് നമ്മുടെ സന്ദീപ് മോഹൻ അല്ലേ? സന്ദീപ് മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കളിക്കൂട്ടുകാരാണ് ഞങ്ങളെല്ലാവരും. എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ അല്ല, എല്ലാ വിധത്തിലും നമ്മുടെ കൂടെ സഹകരിക്കുന്ന ഒരാളാണ്. ഇത് നിന്റെ പേരെന്താ ഭയ്യ? നാം കേ? രാജ. ഇത് രാജാബായി ട്ടാ. ഇത് രാജാബായി ആണ്. നമ്മുടെ സഞ്ജിത്തിൻ്റെ ഹെൽപ്പറൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. ഇത് നമ്മളെ ചേച്ചിയാണ്. ചേച്ചിയും ഏതാണ്ട് നമ്മുടെ വർക്ക്ഷോപ്പ് തുടങ്ങിയ കാലം മുതൽ നമ്മുടെ കൂടെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ മൊബൈൽ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യണത് ചേച്ചിയാണ്. അപ്പോൾ ചേച്ചീനെ പരിചയപ്പെടുത്തും. ചേച്ചിയുടെ പേര് സിൽവി ചേച്ചി. ഓക്കെ. ഇത് നമ്മുടെ ഷിബിനയാണ്. ഷിബിന ഇന്ന് മറ്റേത് കിട്ടിയില്ലേ, പൊക്കയെ കിട്ടിയില്ലേ ഷിബിനക്ക്? ഇത് ഷിബിന അക്കൗണ്ടൻ്റ് ആട്ടോ, നമ്മുടെ വർക്ക്ഷോപ്പിലെ അക്കൗണ്ടൻ്റാണ്. ഇത് നമ്മുടെ സുശീല ചേച്ചിയും ഫൈബർ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. അതേപോലെ തന്നെ ഇത് നമ്മുടെ രത്ന ചേച്ചിയും നമ്മുടെ കൂടെ ഫൈബർ വർക്കുമായി ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ എല്ലാവരെയും ഞാനിപ്പോൾ പരിചയപ്പെടുത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാനുള്ള പരിപാടിയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സിറാജേ റെഡിയല്ലേ? സ്റ്റാർട്ട് ചെയ്യാമല്ലോ നമുക്ക്. അപ്പം ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ചേർത്തല, അരൂര് ചേർത്തല വഴി തണ്ണീർമുക്കം വഴിയാണ് ഞങ്ങൾ നേരെ യാത്ര തുടങ്ങുന്നത്. ആലപ്പുഴയിലേക്ക് ഒരു ബോട്ടിങ്ങാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും കൂടി ഞങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. നേരെ പറവൂർക്കവല ജംഗ്ഷൻ എത്തിയിരിക്കട്ടോ. പറവൂർക്കവല ജംഗ്ഷനിൽ വലിയ ബ്ലോക്കൊന്നുമില്ല. പക്ഷേ ഇതുണ്ടോ, ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ നേരെ അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ ഞങ്ങൾ പറവൂർക്കവല ജംഗ്ഷനിൽ എത്തിയിട്ടാ. എല്ലാവരും ഭയങ്കര സംസാരത്തിലാണ്. ഇവിടെ വേറെ പരിപാടി കണപ്പോയി എന്തായി? മൊബൈലിൽ കളിച്ചോണ്ടിരിക്കണേണ തകർക്കാനുള്ള പരിപാടി കേട്ടോ. അതെ, ഇനി പാട്ട് പോരാ, നമുക്ക് ബോട്ടിൽ അടിച്ച് പൊളിക്കാം അല്ലേ? അങ്ങനെ ഞങ്ങളിപ്പോൾ കുണ്ടന്നൂർ എത്തിയിട്ടാ. കുണ്ടന്നൂർ നേരെ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയേക്കണേണ്. അപ്പോൾ നേരെ ആര്യാസിലേക്ക് കൊണ്ടുപോകണം. ആര്യാസിലാണ് നമ്മൾ ഫുഡ് രാവിലത്തെ അറേഞ്ച് ചെയ്തേക്കണത്. അപ്പോൾ ഇവിടെ നേരെ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പള്ളാന്തുരുത്തി പാലത്തിൻ്റെ താഴെ എത്തി. നേരെ ആ കാണുന്ന ആ പാലത്തിൻ്റെ താഴെയാണ് ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നടന്നു പോകണം. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ സെറ്റപ്പായിട്ട് ഉണ്ണിച്ചേട്ടൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാരൊക്കെ ഇറങ്ങാണ്. അങ്ങനെ എല്ലാവരും ഇറങ്ങി മെല്ലെ നോക്കി ഇറങ്ങട്ടെ. താഴെ നോക്കണേ. ആ മനോട്ടോയ് വാങ്ങാൻ ഉഷാറല്ലേ? ആ പോട്ടെ. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങി നേരെ ബോട്ടിൽ കയറാനുള്ള പരിപാടിയാണ്. ഇനി ബോട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. കണ്ടപ്പാ ഇത് നല്ല അടിപൊളി കരിമീനുണ്ട്, മേടിച്ചാലാ? നമുക്ക് അവർ സെറ്റപ്പാക്കി തരും. അഖിലേ കരിമീൻ വേണമെങ്കിൽ മേടിച്ചോ. എൻ്റെ ഇത് ചെമ്മീനൊക്കെ വെച്ചാൽ നോക്കി സെറ്റപ്പാട്ടോ. ഇത് നോക്കി ആലപ്പുഴ ഭാഗത്ത് വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതാട്ടെ. ഇതേപോലെ നല്ല പച്ച മീൻ. ഇതെന്താ ചേട്ടാ? 600 രൂപ. 600 രൂപ കിലോ. കൊഞ്ചാണ് ഉണ്ടാ സെറ്റപ്പാട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇറങ്ങി വന്നുകൊണ്ടിരിക്കണത്. മതിച്ചോണ്ടേ റോഡിലേക്ക് പോകല്ലേ? വാ, കുറച്ച് നടക്കാനുണ്ട്. ഒരു 200 മീറ്റർ നമുക്ക് നടക്കണം. എട്ടപ്പാ ഉഷാറേ സെറ്റപ്പല്ലേ? കലാർജൻ്റെ ചന്ദനക്കുരിയൊന്നും പോയിട്ടില്ല. വാ 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 ബായ്. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് വേണ്ടാ. അതിന് നേരെ ആ സ്പീഡ് ബോട്ടിൽ പോരെ, നമ്മുടെ സ്പീഡ് ബോട്ടിൽ കയറി പോരെ കേട്ടോ. ഓക്കെ ഓക്കെ. സിറാജിന് നമ്മൾ സ്പെഷ്യൽ സ്പീഡ് ബോട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാട്ടോ നമ്മുടെ വണ്ടി നമ്മളിത് ഇവിടെ പാർക്ക് ചെയ്യണ്ട. ഭാരത് ബെൻസ് ഗ്ലൈഡറിലാണ് നമ്മൾ വന്നത്. അത് നമ്മൾ നേരെ പാർക്ക് ചെയ്യാനാണ്. ഇത് അവിടേക്കാണ്. ഇത് അടിപൊളി. ഇത് നോക്കി നല്ല പേരൊക്കെയും സാധനങ്ങളൊക്കെ. എന്ത് മേടിക്കാൻ പോയാടാ? മേടിച്ചാ ആണോ? വില കൂടുതലാണോ ചേച്ചി? ആണോ? ഓ നാടനല്ല, അത് വരവായിരിക്കുള്ളൂ. ശരി, ആരെ വിളിക്കണേ? ആണോ? ആ ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ നേരെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ ഇവിടെ കിടക്കുന്ന ബോട്ടുകൾ നോക്കി, ഒരുപാട് ബോട്ടുകൾ. യെസ് ഓക്കെ. എന്താടാ? ആ നീ ചെന്നിട്ട് ഡ്രൈവർ നിർത്തിട്ട് വരും.
ആ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യിപ്പിച്ചിട്ട് വേടാ. ആ ഓക്കെ ഓക്കെ മതി. നീ പോയിട്ട് ആൾ വിളിച്ചിട്ട് വരില്ലേ? ഓക്കെ. നീ ഉണ്ടാവില്ല വണ്ടിയില്ലേ? ഓക്കെ ഓക്കെ വേടാ. ആ വരാട്ടെ. ഇവരാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവരൊക്കെ തന്നെയായിരുന്നു. ഇതുണ്ടോ ഫുള്ള് ബോട്ടാട്ടോ. ഇവിടെ ഫുള്ള് ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന പോലെ. ചേട്ടൻ്റെ പേരെന്താ? ആദ്യ. പുതിയതാണോ ആള്? ആ ആണോ? ഓ അത് ശരി. അപ്പോൾ പഴയ ഡ്രൈവർമാരൊന്നും ഇല്ല ഇപ്പം? ഇവിടെയൊക്കെ നല്ല വീതി കൂട്ടിയല്ലേ ചേട്ടാ അല്ലേ? നേരത്തെ ഇത്രയും വീതി ഉണ്ടായില്ല. അങ്ങാട് എടുത്തല്ലേ? ഓ ആ അങ്ങോട്ട് പോകണം. ഇതാട്ടോ അടിപൊളി സ്ഥലം. നോക്കി ദൂരം ബോട്ടാന്ന് നോക്കി. 1-2 ബോട്ടൊന്നുമല്ല കേട്ടാ ഉണ്ണിച്ചേട്ടാ. ഇതും ദൂരം ബോട്ട് കേട്ടാ ഇല്ലേ? വെയിറ്റ് ചെയ്തിടക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോട്ടൊക്കെ അവിടെ റെഡിയാണ്. കുറച്ച് അറ്റത്തായിരിക്കും നമ്മുടെ ബോട്ട് ഫുള്ള്. ഇതുണ്ടോ നമ്മുടെ ബോട്ടിൻ്റെ പേര് പ്രജാപതി അല്ലേ? പ്രജാപതി അല്ലേ? പ്രജാപതിയാണ് നമ്മുടെ ബോട്ടിൻ്റെ പേര് കേട്ടോ. ഇതുണ്ടോ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ നായകൻ തന്നെ ഉണ്ണിച്ചേട്ടൻ തന്നെയാണ് നടന്നു വരുന്നത്. പുറകെ ഇതുണ്ടോ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ എല്ലാവിധ നമ്മുടെ കൂട്ടുകാരന്മാരും ഒക്കെ ആയിട്ട് ഇതേ ഇത് നോക്കി ഒരുപാട് പേരുണ്ട് കേട്ടോ. എല്ലാവരും പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. വെയില് മതിച്ചിട്ട് എങ്ങനെയുണ്ട് വെയില്? തൊപ്പി നോക്കണോ? ഓക്കെ. ഇതുണ്ട് സിലിണ്ടറൊക്കെ ആയിട്ട് കേട്ടോ. നമ്മുടെ ബോട്ടിലല്ല. നമ്മുടെ ബോട്ട് ശരിക്കും പറഞ്ഞാൽ അഖിലേ നീ ഇത് ഒട്ടിച്ച് വെച്ചാ പശ വെച്ച് ഊരള്ളല്ലേ ഗ്ലാസ്? ഊരെന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? നോബേട്ടനൊക്കെ എന്നിട്ട് ലോട്ടറി എടുക്കണ്. എൻ്റെ പൊന്ന് അവിടെ ഒന്നും കിട്ടാത്ത പോലെയാണ്. ഓഹ് ആലപ്പുഴയിലൊന്നും ലോട്ടറി എടുക്കണ്. കലാർച്ചേട്ടൻ ലോട്ടറി എടുത്താ? അപ്പോൾ ഇതുണ്ടോ അപ്പോൾ നമ്മളെല്ലാവരും ബോട്ടിലേക്ക് കയറാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് കയറണം. മനുഷ്യേട്ടാ എല്ലാം ഉഷാറല്ലേ? ഇത് നജീബായിക്കും പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പ്രജാപതിയിലേക്ക് വീണ്ടും സ്വാഗതം. ആ അതുണ്ട്. അതാണ് മനുഷ്യരുടെ പണിയിലൊക്കെ ഉഷാറായിട്ടുണ്ട് അല്ലേ? ഓക്കെ. സംഭവം എന്താ വെച്ചാൽ ഇത് മനീഷേട്ടനാണ് നമ്മുടെ അടുത്ത് വണ്ടികളൊക്കെ പണിയാനായിട്ട്. മനീഷേട്ടൻ നമ്മുടെ വർക്ക്ഷോപ്പിലാണ് പണിയുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകളായിട്ട് വരണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അങ്ങനെ മനീഷേട്ടൻ പറഞ്ഞു നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ അപ്പോൾ ഓരോരുത്തർ പോരെ നമുക്ക് കയറാം കേട്ടാ. ഓക്കെ താങ്ക് യു. അപ്പോ നമ്മളെല്ലാവരും ഇവിടെ സെറ്റപ്പായിട്ട് മാലയൊക്കെ ഇട്ട് മുല്ലപ്പൂ. ആഹാ എന്താ ഒരു മണം അല്ലേ? അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു മീറ്റിംഗ് ആണ്. ഒരു അരമണിക്കൂർ നമ്മൾ മേളിലെല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയും. അതിന് ചെറിയ ഗെയിംസ് പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ചൂണ്ടയുടെ ഒരു മത്സരമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു പാത്രത്തില് നമ്മളൊരു എല്ലാവരും പേര് എഴുതിയിട്ട് നറുക്കെടുക്കുന്നുണ്ട്. 5000 രൂപയാണ് ആൾ കിട്ടുന്ന ആൾക്ക്. അത് ആരാണ് ഇത് ഭാഗ്യവാനെന്ന് നമുക്കറിയില്ല. അപ്പൊ 5000 രൂപ കിട്ടും ആൾക്ക്. അപ്പോ എന്തായാലും ആരാണ് ഭാഗ്യവാനെന്ന് നമുക്ക് നോക്കാം. സിറാജ് അതുകൊണ്ട് അപ്പോ മനീഷേട്ടാ ഇത് നമ്മുടെ മനീഷേട്ടനാണ്. അപ്പൊ മനീഷേട്ടൻ എന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മളിവിടെ വന്നതുകൊണ്ട് മാത്രം മനീഷേട്ടൻ ഇവിടെ വന്നതാണ്. കാരണം ഇവിടെ ജോലിക്കാരും അങ്ങനെയുള്ള അതിന് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും ഉണ്ട്. അവരുടെ ഭാഗത്ത് നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വരണമെന്ന് പറഞ്ഞപ്പോ മനീഷേട്ടന് ഭയങ്കര സന്തോഷം അല്ലേ മനീഷേട്ടാ? അല്ലേ? തീർച്ചയായും. ഇതിനകത്ത് കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഈ നജീബയുടെ ഫുൾ ക്രൂ ഇത് ഇപ്പോഴാണ് കാണുന്നത്. വളരെ ഗംഭീരം. അതെ അടിപൊളിയല്ലേ? ഓക്കെ. കാരണം മനുഷ്യരുടെ വർക്ക്ഷോപ്പിൽ വരുന്ന സമയത്താണെങ്കിലും അവിടേക്ക് ഓരോരോ പണിക്കാരെ കാണുമെന്നല്ലാതെ എല്ലാവരെയും ഈ രീതിയിൽ കാണാനായിട്ട് സാഹചര്യം പുള്ളിക്കും വളരെ സന്തോഷമുണ്ട്. നമുക്കാണ് അതിയായ സന്തോഷം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ആണ്. നമുക്ക് മേളിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഫുഡ് കാര്യങ്ങളെല്ലാം അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാം. ഇതുണ്ടോ ഞങ്ങള് ഇപ്പോ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബോട്ടിന്റെ നേരെ മേളിലാട്ടോ. കാരണം ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയും. ഇതാകെ 2 ഫ്ലോറാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അല്ലേ? ഫസ്റ്റ് ഫ്ലോർ അല്ലേ?
അപ്പോൾ അതിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലങ്ങളും അതേപോലെ തന്നെ മീറ്റിങ്ങുകൾ അറേഞ്ച്മെൻറ്റ് കാര്യം. പിന്നെ അവിടെ ഒരു 2 ബെഡ്റൂം ഉണ്ട്, താഴെ ഒരു 3-4 ബെഡ്റൂം ഉണ്ട്. നല്ല വലിയ ബോട്ടാണ്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, ഇങ്ങനെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ പ്രജാപതി മനീഷയുടെ നമ്പർ എടുത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വിളിക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് പല പല കാര്യങ്ങൾക്കാണെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മീറ്റിംഗ് ആണ്. കാരണം നമ്മുടെ കുടുംബമാണ് അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു മനോഭാവത്തോടെ നമ്മൾ നല്ലൊരു അനുഭവമായിരിക്കും അത്. ഒരുപാട് നീട്ടുന്നില്ല. ഒരു മുളം തണ്ടിലോ ഒഴുകി വന്നു ഇങ്ങനെ നിന്നാത്മാ നിറവേറ്റു ദേവാ. ഇതുണ്ടോ ഇപ്പോൾ നമ്മൾ ഇതുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ, നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാട്ടോ. സൈഡിലെല്ലാം ഫുള്ള് ഇതുണ്ടോ, ഒരുപാട് ബോട്ടുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇപ്പോൾ 1 മണി ആവാൻ പോകണം, കാരണം ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഇനിയിപ്പോൾ അവരെന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് അതിന് പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് നിർത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ട്, ഉള്ളിലാണെങ്കിൽ നല്ല അടിപൊളി പരിപാടികൾ കാര്യങ്ങളാണ്, പാട്ടും ഒക്കെ ആയിട്ട് നേരെ എല്ലാവരും അകത്തുണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കണേണ്. ഇതേതുണ്ട് കട്ടപ്പ, എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ലേ? നല്ല അടിപൊളി ബോട്ട് അല്ലേ, ബോട്ട് യാത്ര എന്ന് പറഞ്ഞല്ലേ ഒരു സുഖം കിട്ടുന്ന പരിപാടിയല്ലേ. ഇതുണ്ടോ വളരെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ ഒരു സെറ്റപ്പാണ്. ഇതെനിക്ക് തോന്നണേ ഇത് ഏതോ റിസോർട്ടിൻ്റെ കേട്ടോ, പുതിയ. കാരണം ഇങ്ങോട്ട് വരാനായിട്ട് വഴിയൊന്നും ഒരു ദ്വീപ് പോലത്തെ സെറ്റപ്പാണ്. എനിക്ക് തോന്നണം ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ബോട്ടായിട്ട് തന്നെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ബോട്ടിലായിരിക്കുള്ളൂ ചിലപ്പോൾ അവരുടെ സർവീസ്. അവരുടെ ബോട്ടാണെന്ന് തോന്നി കിടക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. വളരെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതുണ്ടോ നമ്മുടെ ഫസ്റ്റ് ഫുഡായ കപ്പയും, ഇതെന്താ സിറാജ് ഇത്? കപ്പ മീൻകറി, കപ്പ മീൻകറി ഒക്കെ വന്നു. അങ്ങനെ അതെല്ലാം ഓരോരുത്തർ എല്ലാവരും കുറെ പേരെ കഴിച്ചു കഴിഞ്ഞിട്ടാ. അഖിലേ ഭക്ഷണം പേരെ കണ്ടിട്ടാ ആണ്. ഓക്കെ, അപ്പൊ എല്ലാരും കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോ കപ്പ മീൻകറിയാണ് നമുക്ക് ഫസ്റ്റ് വന്നേക്കണത്. എങ്ങനെയുണ്ട് കട്ടപ്പ? കപ്പ മീൻകറി എങ്ങനെയുണ്ട്? നല്ല സാധനമല്ലേ? ഓക്കെ, അപ്പോൾ അടിപൊളി സാധനമാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കരിമീൻ, ചെമ്മീൻ, നെയ്മീൻ, ആഗോലി ഐറ്റംസ് ഒക്കെ ഇനി വരാൻ കിടക്കുന്ന എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരോ സാധനങ്ങൾ പറഞ്ഞനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വന്നു. എങ്ങനെയുണ്ട് അനീഷ് ഭായ് ഫുഡ്? നല്ലതല്ലേ? അടിപൊളി സാധനമല്ലേ? ദീപേ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനല്ലേ അല്ലേ? ഇതുണ്ടോ? അപ്പൊ നമ്മള് എല്ലാവരും താഴത്തേക്ക് വരിക. അപ്പൊ ഞങ്ങൾ എല്ലാവരും താഴത്തേക്ക് ഇറങ്ങാൻ പോയിട്ടോ. എല്ലാവരും ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. കാരണം നമ്മുടെ 2 ബോട്ട് താഴെ വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമോ അലമ്പായി? വാ ആവോ. ഇതുണ്ടോ നമ്മുടെ ബോട്ട് വന്നിരിക്കുകയാണ്. നമ്മളിനിപ്പോ നെക്സ്റ്റ് തകർപ്പ് ബോട്ടിലേക്ക് കയറാൻ പോട്ടോ. ഇതിൽ തന്നെയാണോ? ഇതാട്ടോ നമ്മുടെ ബോട്ട്. ഇതുണ്ടോ നമുക്ക് മൊത്തം 7 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും മനോഹരമായ ബോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആരും തിരക്ക് പിടിക്കരുത്. ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് വളരെ സൂക്ഷിച്ച്, ആരും ചാടല്ലേട്ടോ അടുത്തേക്ക്. സൂക്ഷിക്കണം കേട്ടാ, തമാശ കളിക്കല്ലേട്ടാ. ആ വളരെ സൂക്ഷിക്കണം, ആരും ധൃതി പിടിക്കണ്ട. അങ്ങനെ ഇതുണ്ടോ കടഞ്ഞേട്ടാ. വാ നമുക്ക് കയറാം. വാ ഉണ്ണിച്ചേട്ടൻ വാ കണ്ണാ വാ. കലാറിഞ്ഞിട്ടാ വാ. ഇല്ല അല്ലേ? ഇതുണ്ടോ അപ്പൊ നമ്മുടെ ബോട്ടിൽ റിസ്വാനെ ഇത് എവിടെ പോയത്? എന്റെ പോലെ ശ്രീജിത്താ. എടാ ശ്രീജിത്ത് പശയിട്ട് ഒട്ടിച്ചു നോക്കട്ടാ. ശ്രീജിത്തെ പറന്നു പറഞ്ഞിട്ടാ. അപ്പൊ അതെ ആദ്യം പോകാൻ പോകുന്ന ആരൊക്കെ വീഡിയോ എടുക്കട്ടെ. ആദ്യം ശ്രീജിത്ത്, റിസ്വാൻ, പിന്നെ ആരൊക്കെ നോക്കട്ടെ. ഉണ്ണിച്ചേട്ടനുണ്ട്. നോക്കട്ടെ കട്ടപ്പ ആദ്യം കയറി. ശ്രീജിത്ത് നോക്കി ഇറങ്ങട്ടാ. അപ്പോ ശ്രീജിത്ത്, റിസ്വാൻ, കട്ടപ്പുണ്ട്, ഡിനോവേട്ടനുണ്ട്, പിന്നെ ആരാ? ദേ പ്രസാദ്, ദേ രാജേഷ് ഏട്ടൻ. അങ്ങനെ മൊത്തം 7 പേരാട്ടോ. 7 പേരാണ്. 7 പേരാണ് അതിസാഹസികമായിട്ടുള്ള
ഒരു യാത്രയാണ് ആദ്യമേ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചേട്ടാ കട്ടയച്ചിട്ടില്ല. ശ്രീത ഈ ചിരിയോടെ വേണോട്ടോ ചെല്ലുമ്പോ ആ പൊളിച്ചോട്ടാ. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ അനുയായികൾ ഫസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത ബോട്ടിൽ പോരും. ഓക്കെ വരൂട്ടാ ഇപ്പൊ ഇട്ട് കറക്കൂര്. അപ്പൊ ഇത് നമ്മുടെ അടുത്ത ബോട്ടാണ്. അടുത്ത ബോട്ടിൽ കയറിയിരിക്കുന്ന അഖില്, സന്ദീപ്, വിഷ്ണു, കണ്ണപ്പൻ, അനീഷ്, നന്ദു, വിനീഷ് കേട്ടാ ഇവരാട്ടോ. ഇനിയിപ്പോ ഇവരാണ് തകർക്കാൻ പോണ. അടുത്ത നെക്സ്റ്റ് ബോട്ടിൽ അവരെല്ലാരും കയറി. ഇനിയിപ്പോ മറ്റവരുടെ ബോട്ടിൽ ഇപ്പോ വരും. അവരിപ്പോ ഒരു കറക്കല് കറക്കും. അഖിലെ മൊബൈൽ സൂക്ഷിക്കണോട്ടാ. ഏതണ്ടാ എന്റെ പൊന്ന് മോനെ, എന്താ പൊളി. ഓ പൊളി പൊളി, ഒന്നും പറയാനില്ല. തകർപ്പ്. എവിടെയാ ഇതുണ്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത ബോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ അകത്ത് നമ്മുടെ സഞ്ജിത് ഭായ്, ആലം ഭായ്, അതേപോലെ തന്നെ നമ്മുടെ ഇതുണ്ടോ. ഇത് നമ്മുടെ ആദ്യം പോയ ബോട്ട് കേട്ടോ. ആദ്യം പോയ ബോട്ടാണ്. അവർ കറങ്ങി വരട്ടെ. കറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ അടിച്ച് കലക്കൂട്ട് ഇവിടെ കൊണ്ടു ഇവിടെ കലക്കലക്കും. അപ്പോ ഇതുണ്ടോ അതെ ഞങ്ങൾ കയറിയിരിക്കട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഉണ്ണിച്ചേട്ടനുണ്ട്, കണ്ണൻ ചേട്ടനുണ്ട്, മനോജ് ചേട്ടനുണ്ട്, ഷനുവേ, അതെ സിറാജ്. അങ്ങനെ ഞങ്ങൾ മൊത്തം 7 പേരാണ് കയറിയിരിക്കുന്നത്. ഞങ്ങൾ തകർക്കാനുള്ള പരിപാടിയാണ്. ഈ പുള്ളിക്കാരൻ മിക്കവാറും അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട. ഞാൻ മൊബൈല് നല്ല ബലമായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞങ്ങള് നേരെ സെറ്റപ്പായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാക്കിൽ എല്ലാവരും അങ്ങനെ ഇതുണ്ടോ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യണം. ഉച്ചക്കലത്തെ ഫുഡാണ്. നമ്മളൊരു ജസ്റ്റ് ഒരു കപ്പയും മീൻകറിയൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. ചോറ് കഴിക്കാനായിട്ട് എല്ലാവിധ ഐറ്റംസും ഇവിടെ വന്നിട്ടുണ്ട്. ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ബീഫ് കറി ഉണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, പയർ ഒലത്തിയതുണ്ട്, ക്യാബേജ് ഉണ്ട്, മോരുകറി ഉണ്ട്, സാമ്പാറുണ്ട്. ഇനിയിപ്പോൾ മീൻ വരാനുണ്ട് കേട്ടോ. മീൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പം അങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പരിപാടി. ഇത് ഞണ്ട് കറി കേട്ടോ. ഞണ്ട് റോസ്റ്റ് അല്ലേ ഇത്? ഇത് ഞണ്ട് റോസ്റ്റ്. ഇത് കാളാഞ്ചി പൊള്ളിച്ചതാണ്. അതൊരു വലിയ മീനാണല്ലോ. ഇതുണ്ടോ, ഇത് വലിയ മീനാണ്. ഇത് സംഭവം ഇത് മറ്റേ സാലഡ് അല്ലേ? സാലഡും സാധനങ്ങളൊക്കെ അല്ലേടാ. മോര്, തൈര്, ഞണ്ട്, കാളാഞ്ചി പൊള്ളിച്ചത്, വെള്ളം എല്ലാടാ എല്ലാമായോ? എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യണ്ട? ഞങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിക്കണോ? അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കഴിച്ചാൽ മതി അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുണ്ടോ, എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങളുടെ ചെറിയ 1-2 പരിപാടികളും കൂടി ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ബോട്ട് സൈഡിലേക്ക്. അതിന് മുമ്പായിട്ട് നമ്മളൊരു കരിക്ക് കുടിക്കാനുള്ള സ്ഥലത്ത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരത് നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളുടെ നറുക്കെടുപ്പ് പരിപാടിയുണ്ട്. അപ്പം നറുക്കെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും പേര് എഴുതിയാണ് ചെറിയൊരു ബോക്സിൽ ഇട്ടിരിക്കുക കേട്ടോ. ഇത് നമ്മളൊരാൾ ഇതിനൊന്ന് നറുക്കെടുക്കും. ആ നറുക്ക് കിട്ടുന്ന ആൾക്ക് 5000 രൂപ ഇന്ന് ക്യാഷ് പ്രൈസാണ്. അത് ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം അല്ലേ? അപ്പം എല്ലാവരുടെയും പേരുണ്ടല്ലേ ഷിബിന? 33 പേരല്ലേ? 33 പേരുടെ പേരെല്ലാം എഴുതി മടക്കി അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നറുക്കെടുക്കാൻ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുണ്ടോ, നമ്മൾ ഇതിൻ്റെ അകത്ത് 33 പേരുടെ ഇത് പേരെഴുതി പേപ്പർ ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രത്ന ചേച്ചീനെ കൊണ്ട് എടുപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എടുത്തു വെച്ച് ആരാണ് ഭാഗ്യം തുറന്നിട്ട് പേര് വായിക്കട്ടാ. ആ പേര് വായിച്ചോ. എന്റെ പേര് വായിക്കില്ലേ? ആരാ? ആർക്കാ? അപ്പൊ കമ്പനിക്കടിച്ചു അതറിയോ? ഇവർക്ക് പൈസ കൊടുക്കാണ്ട്.
അപ്പൊ പറയണേ കമ്പനിക്ക് കൊടുത്തേക്കാം, പിന്നെ കൊടുക്കണ്ടല്ലേ? എടാ ഭയങ്കര നീ ആളുള്ളാട്ടാ. അപ്പോ എന്തായാലും അഖിലിനാണ് 5000 രൂപ അടിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്പനിക്കൊന്നും അല്ല, അത് അവന് തന്നെ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം. അതാണ് എൻ്റെ മര്യാദ. ഓക്കെ, അപ്പോൾ അതിന് ബാക്കിയുള്ളവരുടെ പേരൊക്കെ വായിക്കാട്ടോ. നമുക്ക് എല്ലാവരും പേര് വായിക്കാം. ബാക്കിയുള്ള എടുത്തേ ഷിബിന. എവിടെ ബോക്സ് എന്ത്? ആ ബോക്സ് എന്ത് ചെയ്ത്? ആ ഓരോ പേര് വായിച്ചേ, വായിച്ചോ. വെറുതെ ആലമ്പായി പ്രൈസ് അല്ലാട്ടാ, വെറുതെ വായിച്ചാണ്. അപ്പോ വൈകിട്ടത്തുള്ള പരിപാടിയാണ്. സ്നാക്സ്, ചായ, കോഫി, എല്ലാ ഐറ്റംസും ഉണ്ട്. കണ്ടോ, ഇത് പഴംപൊരി കണ്ടോ. സന്ധ്യ പഴംപൊരി എടുക്ക്. നല്ല ആണോ? അപ്പൊ ചായ, പഴംപൊരി. അപ്പൊ നമ്മള് എല്ലാവരും ചായ കുടിക്കുകയാണ്. ഇപ്പൊ ബോട്ട് ഏതാണ്ട് നമ്മുടെ നേരെ ബോട്ട് എടുക്കാൻ പോയിട്ടാ, കളഞ്ഞിട്ടാ ബോട്ട് എടുക്കാൻ പോണേ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ എത്താറായി. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ബോട്ട് എടുക്കും. അപ്പോൾ നമുക്കതിന് മുമ്പായിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അല്ലേ അഖിലേ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടൂർ പരിപാടി അല്ലേ? അടിപൊളിയായിരുന്നു എന്നുള്ളത് നമുക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. എല്ലാവരും ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കി കേട്ടത്. അങ്ങോട്ട് നേരെ ദൂരെ ഒരുപാട് ബോട്ടുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഫുള്ള് ബോട്ടുകളല്ലേ സന്ദീപേ? എന്തോരം ബോട്ട് ഇത്? 1500 ബോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. ആണോ? പക്ഷെ എന്റെ അമ്മ 1500 ബോട്ട് എന്ന് പറയുന്നത് ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് ബ്ലോക്ക് ആവൂലൂടെ മൊത്തം. ഏറ്റവും കുറഞ്ഞ 150 എണ്ണം 160 എണ്ണത്തിന് മുകളിൽ ഉണ്ടെന്നാണ് ശ്രാങ്ക് പറഞ്ഞത്. ആണല്ലേ? പക്ഷെ എന്റെ പൊന്നോ എന്തോരം വണ്ടിയല്ലേ. പക്ഷെ പ്രത്യേക ഒരു വൈബാണല്ലേ ആലപ്പുഴ അല്ലേ? ഒന്നും പറയാനല്ലേ. ആ ഒരു പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഓവർടേക്ക് തന്നെ ഒരു വണ്ടി. എന്റെ പൊന്നോ, നമ്മൾ നോക്കിയില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ആവോ സന്ദീപേ? ആണോ? ആ ഇത് കണ്ടതേ വരി വരിയായിട്ടാണ് വരണ വണ്ടികൾ. നോക്കി ഇത് ഭംഗിയായിട്ട് തന്നെ നോക്കി. അടിപൊളി. എന്തായാലും നല്ലൊരു വൈബാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആലപ്പുഴയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രജാപതി ഈ ബോട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നല്ല ബോട്ടാണ്, നല്ല സർവീസാണ്. എന്താ അഭിപ്രായം? നല്ല ഫുഡാണ്, ആ എല്ലാം കൊണ്ട് അടിപൊളിയാണ്. നല്ല ട്രിപ്പാണ്. ബോട്ട് പുതിയ ബോട്ടാ അല്ലേ? ആ നല്ല പുത്തൻ ബോട്ടാ. അപ്പൊ അതുകൊണ്ടിട്ട് അതിൻ്റെത് ആ അവരുടെ സർവീസും പിന്നെ ജോലിക്കാരൊക്കെ നല്ല നല്ല കമ്പനിയാ അല്ലേ? ഫുഡ് നല്ല അല്ലേ? നല്ല അടിപൊളി. നമുക്ക് എന്ത് മീനായിരുന്നു? ചെമ്പല്ലി, കാളാഞ്ചി, ചിക്കൻ ഉണ്ടായിരുന്നു, ആ ചെമ്മീൻ ഉണ്ടായിരുന്നു. ആ പിന്നെ അത് കൂടാതെ വേറെ വൈകിട്ടത്തേക്ക് പഴംപൊരി, ആ ചായ, കാപ്പി. രാവിലെ എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നു അല്ലേ? കേറി വന്ന സമയത്തൊക്കെ കാരണം നേരിട്ട് അങ്ങനെ കൂട്ടിമുട്ടിയാണ്ടല്ലോ. ഒരേ സമയം എത്ര പോണെന്ന് ഷൂട്ട് ചെയ്ത് നോക്കി. അതെ കൊറേ പേര് അങ്ങനെ. ഇതൊക്കെ നൈറ്റ് സ്റ്റേ ഉണ്ടാവും സന്ദീപേ. അങ്ങോട്ട് പോണതൊക്കെ നൈറ്റ് സ്റ്റേ ആയിരിക്കുള്ളൂ അല്ലേ? അതൊക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ടേക്കണതാ. ഇതുണ്ടോ അവിടെയൊക്കെ കൊറേ ബോട്ടുകൾ സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളിയായിരുന്നോ? ആ ഇതുണ്ടോ ഉണ്ടല്ലോ നമ്മുടെ ബോട്ട് ശരിക്കും പാർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇത് അവിടെയാണ് നമ്മളെ കയറിയ സ്ഥലം. കണ്ട ബസ് ഇട്ടാണ് നേരെ പാലത്തിന്റെ ഇപ്പുറത്താ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര? എങ്ങനെയുണ്ട് ഇവിടെ? നല്ല വൈബല്ലായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തില്ലേ അല്ലേ? അതാണ് നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കരുത്. നമ്മൾ വന്നു എല്ലാവരും നല്ല ഉഷാറായല്ലേ? എല്ലാവരും പാട്ട് പാടി. ഡിനോവേട്ടൻ പാട്ട് പാടൂല എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ പാടിച്ചു അല്ലേ? ആ അതാണ് കണ്ട എല്ലാവരും പാട്ടൊക്കെ പാടി അടിപൊളിയായി. ഇവിടുത്തെ സൈഡിലോട്ട് വീടുകളൊക്കെ ഉണ്ട്. ഈ വീടുകളുടെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കണ്ടില്ലേ ഡിനോവേട്ട? ഈ വെള്ളമില്ലേ ഇതിന് തൊട്ടപ്പുറത്ത് പാടമുണ്ട്. ആ പാടത്തിൻ്റെ അവിടെ താന്നാണ് കിടക്കണം. മനസ്സിലാണ്ട? അവിടെ വെള്ളം ഉണ്ടാവില്ല ഈ ലെവലില്. പക്ഷെ ഇവർക്ക് മഴയൊക്കെ പെയ്യൂലേ? കുട്ടനാട്ടിലൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞില്ലേ? പാവങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറും അങ്ങാട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വണ്ടി വരണം, ബസ് വരണം. ബസ് നേരെ ആ പാലത്തിൻ്റെ അപ്പുറത്ത് ഇറക്കട്ടോ. അപ്പം ഞങ്ങൾ നേരെ നമുക്കൊരു പണിയാണ്. നമുക്കേ ബോട്ടിലെ പണിക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടോയ് എന്തൊക്കെ വിശേഷങ്ങൾ? കുറെ നാളായി നമ്മൾ കണ്ടിട്ട് അല്ലേ? സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഓട്ടോ ഒക്കെ ഉണ്ടാ? കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ആണല്ലേ? ഇപ്പൊ സീസണാണോ ശരിക്കും? ആണല്ലേ? ഇന്നെല്ലാം വണ്ടി ഓടിക്കണമെന്നുള്ള ഫുള്ള് ശനിയാഴ്ച ആയതുകൊണ്ടാണ് കൂടുതലാണ്. ആ അപ്പൊ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അനിരുദ്ധൻ. ഞാനിത് ഞാനാണ് ഇതിന് പ്രാവശ്യം പരിചയപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ബോട്ടിൽ വരുന്നത്. നല്ല ഒരു സർവീസാണ് എന്തായാലും ഇവരുടെ. ഇതാ വായങ്ങടെ എവിടെയത്? ഇത് നമ്മുടെ ഇതിന്റെ പേര് പറഞ്ഞൂടാ. അനന്തു. ഇവന്റെ പേര് മറക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്ത ആളാണ്. ഇത് അനന്തു ആണ്. അനന്തു നമ്മുടെ കൂടെ
നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അനന്തു ബോട്ടിലുണ്ടാവും അല്ലേ? പിന്നെ ആര് വന്നാലും നമ്മളുണ്ട്. വേറെ എന്താ വിശേഷം? എല്ലാം സുഖമായിട്ട് പോകണല്ലോ അല്ലേ? നമ്മുടെ ഇയാളുടെ പേരെന്തായിരുന്നു? ഹലോ ആദി. ആദിന്റെ സ്ഥലം എവിടെയാ? ഇവിടെ തന്നെ, ആലപ്പുഴ തന്നെയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആളാണ്. വർക്കും ഒക്കെ ആയിട്ട് വേറെ ബോട്ടിലൊക്കെ പോയിക്കൊണ്ടിരുന്ന വെച്ചാണോ? ആ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോണോ അല്ലേ? ഓ അത് ശരി. ഭയ്യാ ऐसा है ठीक है ഫുഡ് അച്ഛാ പുള്ളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് പുള്ളിയാണ്. പക്ഷെ നല്ല അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ ഇപ്പോൾ 2-3 പ്രാവശ്യം പറയണത് വേറെ ഒന്നുമല്ല, നിങ്ങൾ എന്തായാലും വരിക പ്രജാപതി. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഞാൻ അല്ലാതെ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബോട്ടിംഗ് ആലപ്പുഴയിൽ വരണം എന്നുണ്ടെങ്കിൽ ഇവരുടെ ബോട്ടിൽ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുക. കാരണം നല്ല സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, വളരെ നല്ല സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് സേഫാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അവർ പുറത്തിപ്പോൾ കായലിൻ്റെ നടുവിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഫുഡാണെങ്കിലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രജാപതിയുടെ ഇതൊന്ന് കാണിക്കാൻ പറ്റും ലോഗോ. ഇതാണ് പ്രജാപതി എന്ന് പറഞ്ഞ ലോഗോ. നിങ്ങളിവിടെ വരുമ്പോൾ കണ്ടു ഒരു വണ്ടിയിലൊക്കെ ഇങ്ങനെ ആയിരിക്കും എഴുതിയിരിക്കുന്നുണ്ടോ. അപ്പോൾ വളരെ സന്തോഷം ആയ നിമിഷങ്ങളായിരുന്നു, തകർപ്പായിരുന്നു. സന്ദീപേ എന്താണ് ഇങ്ങനെ ഉറക്കം തന്നെ? ഒന്നും പറയാനില്ല. അടുത്ത വർഷം നമ്മൾ തകർക്കും. ഇതായിരിക്കും കാശ്മീരാക്കാം അല്ലേ? അടുത്ത വർഷം കാശ്മീരാക്കാം അല്ലേ? നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകാം നമുക്ക്. ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കാരണം നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ലാസ്റ്റല്ലേ പറയുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.